വാഴകൃഷി ചെയ്യുന്ന കർഷകരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഏത് പണിക്കാരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഈ കന്ന് ചെത്തി വൃത്തിയാക്കി ഈ ചാണക സ്ലറിയിൽ മുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ആ പണി നമ്മൾ പണിക്കാർക്ക് കൊടുക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അതായത് കന്നുകൾ നല്ല രീതിയിൽ ചെത്തി വൃത്തിയാക്കുമ്പോൾ തന്നെ കൊക്കാൻ പോലെയുള്ള കന്നുകൾ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒഴിവാക്കുക. അതുപോലെ മാണവണ്ടിന്റെ കൂടുതലുള്ള ആക്രമണം ഉള്ള കന്നുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഒഴിവാക്കുക. ഇനി അത് മാത്രമല്ല, ഈ കീടനാശിനിയും ചാണക സ്ലറിയിലും മുക്കിയ കന്നുകൾ നമ്മൾ മുക്കി ഇടുമ്പോൾ തന്നെ അതിനെ മൂന്നാക്കി തരംതിരിച്ചിടുക. അതായത് ഏറ്റവും ചെറുത്, ഇടത്തരം, വലിയ കന്നുകൾ, അങ്ങനെ 3 വലിപ്പത്തിലുള്ള കന്നുകൾ 3 സ്ഥലത്താക്കി ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോട്ടത്തിലേക്ക് ഈ കന്നുകൾ നടുമ്പോൾ ഇതിനെ തരംതിരിച്ച് വെക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഓരോ സമയത്ത് കൊലകൾ വെട്ടിയെടുക്കാൻ സാധിക്കുള്ളൂ. വലിയ കന്നുകൾ സാധാരണ 6 വളമാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഇടത്തരം കന്നുകൾക്ക് ഇടുന്ന വളത്തിന്റെ അളവ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക. ഏറ്റവും ചെറിയ കന്നുകൾ വെക്കുന്ന ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് ഒരു വളം കൂടി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ആ തോട്ടത്തിലുള്ള മൊത്തം വാഴകൾ നമുക്ക് ഓരോ സമയത്ത് കൊല വെട്ടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ നമുക്കറിയാം, ഈ കൊല വെട്ടുന്ന സമയത്ത് നമ്മൾ 1 മാസമല്ല, 1.5 മാസമല്ല, 2 മാസമായാലും ഒരു തോട്ടത്തിലെ കൊലകൾ നമുക്ക് വെട്ടി തീർക്കാൻ സാധിക്കുകയില്ല.